ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തി. ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത്. ഈ വർഷം 52 പേരാണ് സംഘത്തിൽ ഉള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് മസ്കത്തിലെ റൂവി കാബൂസ് മസ്ജിദ് പരിസരത്ത് നിന്ന് യാത്ര തിരിച്ച സംഘം രാത്രിയോടെയാണ് മദീനയിലെത്തിയത്. ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത്. പ്രത്യേക പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയാണ് റൂവിയിൽ നിന്നും സംഘം യാത്ര തിരിച്ചത്. 3 ദിവസം സംഘം മദീനയിൽ ചെലവഴിക്കും. ഇവിടെ നിന്ന് ഇഹ്റാം കെട്ടിയതിനു ശേഷമാണ് സംഘം മക്കയിലേക്ക് തിരിക്കുകയെന്ന് മസ്കത്ത് സുന്നി സെന്റർ പ്രതിനിധി എൻ മുഹമ്മദ് അലി ഫൈസി പറഞ്ഞു. 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മസ്കത്ത് സുന്നി സെന്റർ ഇത്രയും കാലയളവിലായി മികച്ച ഹജ്ജ് ഉംറ സേവനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ഹജ്ജ് പഠന ക്ലാസുകളും 1 ഡേ ക്യാമ്പും ഹാജിമാർക്കായി പ്രത്യേകം സംഘടിപ്പിക്കുകയുണ്ടായി. അതിലൊക്കെ ഹാജിമാർക്ക് ഹജ്ജ് എന്താണെന്നും ഉംറ എന്താണെന്നും യാത്രയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 52 പേരടങ്ങുന്ന ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഷക്കീർ ഫൈസിയാണ്. യാത്രയിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായി പ്രതിപാദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് ഒമാനിൽ നിന്ന് ഇത്രയും മലയാളികളുമായി യാത്രാ സംഘം ഹജ്ജിന് പുറപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മസ്കത്ത് സുന്നി സെന്റർ ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചിരുന്നെങ്കിലും അതിൽ മലയാളികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. എന്നാൽ ഈ വർഷം മലയാളികൾ മാത്രമാണ് സംഘത്തിലുള്ളത്. സക്കീർ ഹുസൈൻ ഫൈസിയാണ് യാത്രക്ക് നേതൃത്വം നൽകുന്നത്. ഈ വർഷം 14,000 പേരാണ് ഒമാനിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത്. ഇതിൽ 13,530 ഒമാനികളും 470 വിദേശികൾക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്.